ചേട്ടാ, നിലമ്പൂരില് 74.35% പോളിംഗ്. 23-ാം തീയതി വിധി എന്താ പറയാ റിസൾട്ട് വരും. അപ്പോ എന്തായാലും ഷൗക്കത്ത് ജയിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. മറ്റു പ്രമുഖ മാധ്യമങ്ങളൊന്നും അതൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും പറയാം ഷൗക്കത്ത് തന്നെയായിരിക്കും ജയിക്കുക. ജയിക്കാൻ സാധ്യത അല്ലേ? എത്ര വോട്ടായിരുന്നാലും. കാരണം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഫ്ലോറിൽ തന്നെ നമ്മൾ 3 കോൺഗ്രസ് പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ നല്ല ആത്മവിശ്വാസം ഉണ്ട് അല്ലെ? അവരൊക്കെ തന്നെ ചാനൽ ചർച്ചയ്ക്കൊക്കെ വരുന്ന ആൾക്കാരുമാണ്. അപ്പോ നമുക്ക് ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം, എന്തായാലും അതായിരിക്കും വിധി എന്നാണ് ഞാനും കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഒരു ഉണർവാണ് അത് ഇനി അവർക്ക് ഏത് രീതിയിലൊക്കെ പ്രചോദനമാകും? ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്ന ഇലക്ഷനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ KPCCക്ക് ഒരു പുതിയ നിരയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്നിട്ടുണ്ട്. പിന്നെ വിഷ്ണുനാഥ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫി ഉണ്ട്. ഇങ്ങനെ ഒരു നല്ല ടീമുണ്ട് അവര്. പിന്നെ അടൂർ പ്രകാശാണ് UDFന്റെ കൺവീനർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സെക്കൻഡ് നിര, ആദ്യത്തെ ആ നിരയിൽ നിന്ന് അടുത്തൊരു നിരയിലേക്ക് മാറുകയാണ്. പിന്നെ VD സതീശനാണ് ഈ ഇലക്ഷന്റെ കോർഡിനേറ്ററായിട്ട് വന്നിരിക്കുന്നത്. ഇതിലാകെ ഉണ്ടായിരിക്കുന്ന ഒരു കല്ലുകടി PV അൻവറിനെ കൂടെ നിർത്തിയില്ല എന്നുള്ളതാണ്. അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് PV അൻവറിനെ നിർത്തിയില്ല? ഒരു ഷാഡോ വെച്ചിട്ട് ചോദ്യചിഹ്നം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതാണ്. അവിടെയാണ് ഒരു പരാജയം പറ്റിയത്. അതെന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന്റെ പിന്നിൽ K സുധാകരനായിരിക്കും. കാരണം K സുധാകരൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരെയെങ്കിലും തനിക്ക് ഇതിലുണ്ടാകണമെന്ന്. താൻ ഈ പറയുന്ന ടീമിനൊപ്പം ഇവിടെ KPCC പ്രസിഡന്റായിട്ട് താൻ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ ഒരു സമയമോശം എന്തോ കൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അന്ന് ചെറുതായി അലട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പിലൊന്നും ഇല്ലാതിരുന്നത്. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്നത് അദ്ദേഹത്തിന് ഡീമെറിറ്റ് ആയി. അതിനെയാണ് സതീശൻ ക്യാച്ചിങ് ആക്കിയത്. അവിടെയാണ് സതീശൻ ക്യാച്ചിങ് ആക്കിയിട്ട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് AICC പ്രതിനിധിയുടെ അടുത്തൊക്കെ സംസാരിച്ച് അദ്ദേഹം ഇതിനെ കയറി സ്കോർ ചെയ്തത്. അങ്ങനെ സ്കോർ ചെയ്താണ് ഈ പറയുന്ന ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഷൗക്കത്തിന് അച്ഛൻ്റെ പിൻബലം തന്നെയാണ് കിട്ടിയത്. കാര്യം അടൂർ പ്രകാശ് വക്താവാണ്, അദ്ദേഹം UDFന്റെ നേതാവാണ്. ഇപ്പൊ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കാരൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. പഴയ എന്ന് പറയുന്നത് AK ആന്റണി എന്ന് പറഞ്ഞാൽ AK ആന്റണി വിഭാഗം എന്ന് പറഞ്ഞാൽ ഒക്കെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. എല്ലാം സ്പ്ലിറ്റ് ആയി. സ്പ്ലിറ്റ് ആയത് ഉമ്മൻചാണ്ടി മരിച്ച ശേഷം, ഉമ്മൻചാണ്ടി മരിച്ച ശേഷമാണ്. അപ്പൊ അതുമല്ല, ഈ പറയുന്ന ആന്റണിക്കൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പറയുന്ന KPCC പ്രസിഡന്റ് ആകണം. ഒരു ക്രിസ്ത്യൻ തല KPCC പ്രസിഡന്റ് ആകുമെന്ന് ഇവരെല്ലാം ആഗ്രഹിച്ചു. അത് ഒരു ജാതി സമവാക്യത്തിന്റെ പേരില്ല. നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു മുൾക്കിരീടമാണ്. ഈ മുൾക്കിരീടം എന്ന് പറയുന്നത് ആര് തലയിൽ ഏത് തലയിൽ വരുന്നാലും അത് മുൾക്കിരീടമാണ്. ഇപ്പൊ ഈ ഇരിക്കുന്നത് തദ്ദേശ ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷനിൽ എന്തെങ്കിലും പരാജയം വരട്ടെ, ഈ മുൾക്കിരീടം അടുത്ത മറ്റൊരു തലയിലേക്ക് പോകും. അപ്പോൾ ഇതിനിടയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ തദ്ദേശ ഇലക്ഷനിലുള്ളതിനേക്കാളും സ്ഥാനമോഹികൾ നിരവധി നിയമസഭാ ഇലക്ഷനിൽ വരും. ഇപ്പൊ ഇത് ഒരു ചൂണ്ടുപലകയാണ്. നമ്മൾ പറഞ്ഞു വന്ന ആര്യാടൻ മുഹമ്മദിന്റെ കാര്യത്തിലേക്കായിരുന്നു. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ നേതാവിന്റെ മകൻ എന്നുള്ളത് കൊണ്ടും ആര്യാടൻ മുഹമ്മദിന്റെ മകന് നിലമ്പൂർ സീറ്റ് കിട്ടിയില്ല, പിന്നെ ആർക്ക് സീറ്റ് കൊടുക്കാനാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നത് കൊണ്ടും ആണ് ഇപ്പൊ ആര്യാടൻ മുഹമ്മദിന്റെ മകന് സീറ്റ് കിട്ടിയത്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, സതീശന്റെ വാശി മാത്രമല്ല പ്രിയ, ഇവിടെ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ജോയിക്ക് വേണ്ടി വാദിച്ചു. ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്, നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2.25 ലക്ഷത്തിന്റെ വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിലമ്പൂർ 2.25 ലക്ഷമേ ഉള്ളൂ. കേട്ടാ ഒരു 20 ലക്ഷത്തിന്റെ ആളുണ്ടെന്നാണ് പ്രതീതി. അതിൽ തന്നെ സത്യം, അതിൽ തന്നെ ഈ മുസ്ലിം മറ്റേ മതവിഭാഗങ്ങൾ സുന്നി അവരിതൊക്കെ പറഞ്ഞ 1500 ജമാഅത്ത് 1500. പക്ഷെ അവരുടെ ഒരു ഹൊയ്വിടല് കണ്ടല്ലോ, വല്ലാത്തൊരു ഹൊയ്വിടലാണ്. ഇല്ലേ, 500-1000 വോട്ടുള്ളവരാണ് വെച്ച് വില പേശുന്നത്. കാര്യം ഒരു വോട്ടിനാണെങ്കിലും വിലയുണ്ട്. ആ പറച്ചില് കേട്ടാൽ അപ്പൊ എന്തായാലും 1500 വോട്ടുള്ള ഈ പറയുന്ന ടീമുകളൊക്കെ വില പേശിയേ. അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന രീതിയിൽ ജോയിയുടെ പേര് വന്നു. ജോയിക്ക് അല്ലെങ്കിൽ ഈ ഷൗക്കത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഷൗക്കത്തിന് പിന്നെ ഒരിക്കലും ഈ സീറ്റ് കിട്ടില്ല. കാര്യം VV പ്രകാശിന്റെ പേര് ഇതിനിടയ്ക്ക് വന്നിരുന്നത്. പ്രകാശ് മരിച്ചുപോയി. പ്രകാശിന്റെ കുടുംബം ഇതിലെ വോട്ട് ചെയ്യാൻ പോയി കണ്ടല്ലോ. പ്രകാശ് മരിച്ചുപോയി. പ്രകാശിന്റെ വോട്ട് ആര്യാടൻ മുഹമ്മദിനോട് മത്സരിച്ച് പ്രകാശിനെ തോൽപ്പിച്ചതിലൊരു പങ്ക് വഹിച്ച ആളാണ് ഷൗക്കത്ത് അവസാനം വരെ ആ വീട്ടിൽ വന്നിട്ടില്ല. അതിന് പറഞ്ഞ ന്യായം, വോട്ട് ചോദിക്കാതെ ഞങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ഞങ്ങൾ പോകാറില്ല എന്നാണ്. എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കണം. ഷൗക്കത്ത് ഇത്ര മാന്യനൊന്നുമല്ല. ഷൗക്കത്ത് ജയിക്കുമെന്ന് പറയണമെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഷൗക്കത്ത് മാനന്റെ മാത്രമല്ല, ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന്റെ കൂടെ പ്രവർത്തനം കൊണ്ടാണ്.
അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത് മുഴുവൻ. മുസ്ലിം ലീഗ് വെള്ളം കോരിയിട്ടാണ് ജയിക്കാൻ പോണത്. ലീഗിന്റെ അവസാന ശ്വാസമാണ് ഈ മരിക്കുന്നത്. കാര്യം ലീഗിന് ഇനി ജയിച്ചില്ലെങ്കിൽ ഇല്ല. നമ്മളെപ്പോഴും കളിയാക്കി പറയും. നമ്മളെ കളിയാക്കാനായിട്ട് ഒരു കമന്റ് താഴെ വരും, നിങ്ങൾക്ക് ലീഗിനെ അറിയില്ല എന്ന്. ലീഗിന് ബിരിയാണിനെ നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ ജയിച്ചേ പറ്റൂ. അതാ ഏത് പാർട്ടി ആയിക്കോട്ടെ, ബിരിയാണി മാത്രമല്ല, ഒരു പാർട്ടി പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി അവർക്ക് ഭരണമില്ലാതെ 10 വർഷം നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇതല്ല, വേറെ ഏത് പാർട്ടി ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. CPM-നൊപ്പം നിൽക്കുന്ന CPI 2 കൊല്ലം നിൽക്കൂ. CPI 2 കൊല്ലം നിൽക്കൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഭരണമില്ലെങ്കിൽ വെറും ചിരട്ടയായില്ലാണോ? അപ്പൊ ഈ പറയുന്ന ആന്റി ഇൻകംബൻസി ഫാക്ടർ, ആ ഫാക്ടറാണ് ഇദ്ദേഹം ജയിക്കുന്നതിന്റെ കാരണം. ആര്? ഈ പറയുന്ന ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ ഒരു വേള ഇതിനകത്ത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ലീഡ് ഒരു ചർച്ചാ വിഷയമാകും. അത് സതീശന് ഒരു ചോദ്യം തന്നെയായിരിക്കും. സതീശന് ഉത്തരം നൽകേണ്ടി വരും. സതീശന് അതിന് ഉത്തരം നൽകേണ്ടി വരും. ഈ വോട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ മുട്ടിടിക്കാൻ പോകുന്ന, അതായത് കോൺഗ്രസിനകത്ത് മുട്ടിടിക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ടെൻഷൻ സതീശനായിരിക്കും. ബാക്കി ആർക്കുമില്ല. സതീശന് ടെൻഷൻ അടിക്കുമെങ്കിൽ കെ മുരളീധരൻ വാളവങ്ങാൻ കാത്തിരിക്കുന്നു. അതുപോലെ സുധാകരൻ വാളവങ്ങാൻ, സുധാകരൻ വാളവങ്ങാൻ കാത്തിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാളവങ്ങാൻ കാത്തിരിക്കുന്നു. ഇനി മറ്റൊന്നും കൂടെ നമുക്ക് പറയാം. സുനിൽ കനകോലു എന്ന അവരുടെ ഇലക്ഷൻ അനലിസ്റ്റ് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെയൊക്കെ തദ്ദേശ ഇലക്ഷനിലും അത് കഴിഞ്ഞുള്ള ഇലക്ഷനിലും വടക്കൻ മലബാർ മേഖലയിൽ വോട്ട് പിടിക്കാൻ കൊണ്ടിറക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നടന്ന ഈ ഇലക്ഷനിൽ ഈ നിലമ്പൂര് ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ കാണിച്ച പ്രകടനം, ഇപ്പൊ ബാക്കിയുള്ളൊരു വ്ളോഗും കാര്യങ്ങളും ഒക്കെ എടുത്ത് നടന്നെങ്കിലും ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ മകൻ മറ്റൊരു ഉമ്മൻചാണ്ടിയായി അവിടെ അവതരിക്കുകയായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 3000 വീടുകളിൽ കയറി ഇറങ്ങി എന്നാണ് പറയുന്നത് വോട്ട് ചോദിച്ചു. പണിയെടുത്തത് ചാണ്ടി ഉമ്മനാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എടുത്ത് കിടന്ന് വീഡിയോ എടുത്ത് കിടന്നു. പിന്നെ ഒന്നുകൂടി ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. തരൂരിനെ ക്ഷണിച്ചില്ല. തരൂരിനെ എന്തുകൊണ്ട് ക്ഷണിച്ചു? സണ്ണി വക്കീൽ പറയുന്ന അവരുടെ ഈ പറയുന്ന ഇലക്ഷൻ പാനലിസ്റ്റിന്റെ ഇതില് 8ാമത്തെ പേരുകാരൻ, ഏറ്റവും ആളെ കൂട്ടുന്ന നേതാക്കളിൽ 8ാമത്തെ പേരുകാരനാണ് തരൂർ. അപ്പൊ ഇവരൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഇവർക്കൊക്കെ എന്താ പണി? തരൂരിനെ എന്തിനു ഇവർ ഇത്രയും ഭയപ്പെടണം? തരൂർ ഇപ്പൊ വരെ എത്തി നിൽക്കുന്നത് എന്താണോ അതിനെ തന്നെയാണ് ഭയപ്പെടുന്നത്. കോൺഗ്രസിന് ഇങ്ങനെ ഒരു വ്യക്തിത്വം വേണ്ടേ? വ്യക്തിത്വം വേണ്ടാത്തോണ്ടായിരിക്കും. അതല്ലെങ്കിൽ ചേട്ടാ, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ അത് മാത്രമായിട്ട് പറയുന്നില്ല, പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചതിൽ ഒരാളാണ് ഇല്ലേ അദ്ദേഹം. ഇരുന്നിരുന്ന പൊസിഷനുകൾ ഇതെല്ലാം മനസ്സിലാക്കണ്ടേ? അദ്ദേഹം ഇവിടെ വന്നിരുന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനോ ഒന്നും വരില്ല. അത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല. ആ സ്റ്റാൻഡേർഡിൽ, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഇവിടുത്തെ നേതാക്കൾക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ അദ്ദേഹത്തോടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഭരണകാലം ഭരണ വ്യക്തിയാണ്. നമ്മൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യും, കോൺഗ്രസ് ഭരണത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു നല്ല വകുപ്പ് അദ്ദേഹം കിട്ടിയിട്ടുണ്ട്, വകുപ്പ് വന്നിട്ടുണ്ട്, സഹകരണ മന്ത്രിയൊക്കെ ആയിരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഇമ്പാക്ട്. ഏതായാലും നമുക്കിതിൽ പറയാനുള്ളത് 23-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും പറയുന്നത് ഷൗക്കത്ത് ജയിക്കുമെന്നാണ്. ശരി, ജയിക്കും, അത് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ ഒരു 10,000-ന് താഴെ ഒരു വോട്ടേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എല്ലാവരും പറയുന്നത് 15,000-ന് മേലൊക്കെ ജയിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ അൻവറിനെ കൂടെ നിർത്തേണ്ടതായിരുന്നു, അല്ലേ? അതെ.